അപ്പോൾ നമ്മളിന്ന് ഷക്ഷുക ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഒരു 4 ടൊമാറ്റോ, ഒരു സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് 2 വെളുത്തുള്ളി ചെറുത്, പിന്നെ വാലുവട്ട. പിന്നെ ഇപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് പാൻ ചൂടാക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് നേരം വഴറ്റി, ഇപ്പോൾ ഒരു 5 മിനിറ്റോളം വഴറ്റി, കുറച്ച് ഡീഹൈഡ്രേറ്റായി ഏകദേശം എന്തിന് റെഡി ചെയ്യുന്നത് വെച്ചാൽ തക്കാളി ഇടാൻ മതി. തക്കാളി വേണേൽ ഇച്ചിരി ഫൈനായിട്ട് തക്കാളിയും കട്ട് ചെയ്യാം. സവാള ഇച്ചിരി ഫൈനായിട്ട് കട്ട് ചെയ്താൽ ഇച്ചിരി ആകാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ എളുപ്പത്തിനും കട്ട് ചെയ്തു. ഇതിച്ചിനോടെ കഴിയുമ്പോൾ ഇങ്ങനെ പ്യൂരെ മാതിരി ആയി വരും. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരും. അപ്പം മസാല ഇടാം. ആണെങ്കിൽ അപ്പോൾ ഒരു സ്പൂൺ മതി. പിന്നെ മുളക് പൊടി ഒരു എത്രയായിട്ടായി, ഓവറായ പാടായി. ഇളക്കുകയാണ്. ഇതങ്ങ് ഇളകി കൊടുക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഇതൊരു വെള്ളം പോലെ ആയി വരും. പിന്നെ ഇച്ചിരിയുടെ സഹായമാകാൻ കുറച്ച് വെള്ളം ഒഴിച്ചു തുടങ്ങും. ഇച്ചിരി ഇത് മതി. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി എളുപ്പത്തിൽ പ്യൂരി ആകാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പരുവായി. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. സോയാണ്. അയ്യോ, പൊട്ടി. മുട്ടെല്ലാം പൊട്ടി. അത് പൊട്ടി. അടുത്ത് നോക്കാം. ഓക്കെ, അത് പൊട്ടിയില്ല. ശരിയായില്ല. അതും പൊട്ടിയില്ല. പക്ഷെ ഒരു മുട്ടയും കൂടെ ഇടുന്നുണ്ട്. മുട്ട ഇടാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാക്കിയില്ല. അതുണ്ടാക്കി വേണം ഇടാൻ. മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം ഒന്നുമില്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. ഇനി അതാകണം. ഇങ്ങനെ പൊട്ടാൻ പാടില്ല കേട്ടോ. ആകാൻ വേണ്ടി അടച്ചു വെക്കണം. തുറന്നിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് അടച്ചിട്ട് 2 മിനിറ്റ് ആക്കണം. അങ്ങനെ ഫ്ലേവറിനാണ് കുറച്ച് ഒരിഗാനോ ഫ്ലേവർ എടുക്കും. അതല്ല, കുറച്ച് ഒരിഗാനോ ടച്ച് ഫ്ലേവർ കിട്ടും. ഓക്കെ, ഹാഫ് ടൈം ആയി. 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അടച്ചേക്കുമ്പോൾ ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ടൈം ഏകദേശം എല്ലാം ഒരു വെന്ത് വരും. അപ്പം റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ബ്രെഡ് കഴിക്കാം. പിന്നെ ചപ്പാത്തി ഉണ്ടാകുന്നില്ല. ഞാനിപ്പോൾ ടൊർട്ടിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഭവം ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയും എന്താ ഇഷ്ടമായിരുന്നു. മൊസറല്ല ചീസാണ് വാങ്ങിച്ചത്. ഇഷ്ടമുള്ളതൊക്കെ എത്ര ഇടാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അയ്യോ, ഇത്രയും മൊസറല്ല ഇടിച്ചിട്ടില്ല. ഓക്കെ, ഇത് കുറച്ച് നേരം കൂടെ ഒരു ഇവിടെ സെറ്റാകും. ഇതാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. കുറച്ച് കുരുമുളക് ഇട്ട് ഇവിടെ എരിവ് വേണമെന്നുള്ള ഉള്ളവർക്ക് കുരുമുളക് ഇടാം.
പിന്നെ വേണമെങ്കിൽ മാത്രമാണ്, വേണമെങ്കിൽ മാത്രം കുറച്ച് ചീസ് കൂടി ഇടാം. താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അനാവശ്യമാണ്, എന്നാലും എനിക്കിഷ്ടമാണ്. കുറച്ച് ചീസ് കൂടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എൻ്റെ കൂടെ തൊട്ടില്ല. ഓൾ ദി ബെസ്റ്റ് വിത്ത് കുക്കിംഗ്. ബൈ.